നിങ്ങൾ നടന്നോ, ഞാൻ വഴിപാടിന്റെ രസീത് എഴുതിയിട്ട് വരാം. ഹായ് അച്ഛാ, ദേ വിശാലങ്ങള്. മോളുവാ. വിശാലിന് ഒരു അത്ഭുതം കേൾക്കണോ? ഇവര് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെ വെച്ച് സുതിമോൾക്ക് ഒരു ഉടുപ്പ് ഇഷ്ടമായി. വേറെ എടുത്തിരുന്നുകൊണ്ട് അക്ഷര അത് വാങ്ങാൻ സമ്മതിച്ചില്ല. ആ ഉടുപ്പാണ് ഇത്. എനിക്ക് നല്ല ഇഷ്ടായി. എങ്ങനെ അതേ ഉടുപ്പ് തന്നെ വിശാല് വാങ്ങിയെന്ന എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത കോയിൻസിഡൻസ് അല്ലേ വിശാലെ? മോളെ, ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. സെയിം ടു യു. ആ, വിഷു കഴിഞ്ഞിട്ടും തരാം. ഈ കഴിഞ്ഞിട്ട് മോളം ചെയ്യും? അമ്മക്ക് കൊടുക്കും. അമ്മ ഇത് വെച്ച് എനിക്ക് ഉടുപ്പും ചോക്ലേറ്റും ഒക്കെ വാങ്ങിത്തരും. വെരി ഗുഡ്. ആ, അക്ഷര എവിടെ? അവള് വഴിപാട് കൗണ്ടറിലേക്ക് പോയി. നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ കൈനീട്ടം തരാം. ഇപ്പോഴും ഞാൻ ക്ഷണിക്കുന്നു വീട്ടിലേക്ക് വരാൻ. ഞാൻ വരുന്നില്ല. കണ്ടല്ലോ, കൈനീട്ടം തന്നല്ലോ, അത് മതി. മാജിക് അറിയാവോ? ഇല്ല. എന്തു പറ്റി? പിന്നെ എങ്ങനെയാ ഈ ഡ്രസ് തന്നെ വാങ്ങിക്കൊണ്ടാന്ന്? അതൊക്കെ ഉണ്ട്. വലിയ ഉപകാരം. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെ എന്ത് സഹായം? വിശാൽ ആവശ്യപ്പെട്ടു, ഞാൻ ചെയ്തു. ശരിക്കും വിശാൽ പറയാതെ തന്നെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഇതൊക്കെ. ഏയ്, അതൊന്നും സാരമില്ല. എന്റെ മനസ്സിൽ പൂക്കാതിരുന്ന ഒരു കണിക്കൊന്ന ഉണ്ടായിരുന്നു. അത് പൂക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നല്ലോ, അത് മതി. ഇതിലും വലിയ എന്ത് കണിയാ ഉള്ളത്? ഈ വിഷു ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക്സ്. എന്നാ ശരി വിശാലെ, നമ്മള് ബൈ. ബൈ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നമ്മള്